ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു വരികയാണ്. എനിക്കെന്തെന്ന് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പോലും എനിക്കില്ല. ഒരു മകനില്ലാത്ത വേദന. ഈ 4200 എൻ്റെ പിള്ള അനുഭവിച്ച വേദന ലോകത്ത് ഒരിടക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെന്നാണ് എന്നും കണ്ണീര് ഈ വീട്ടിലിരിക്കും. ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ഒരു തുള്ളി കണ്ണീരൊന്നും വീഴാതെ ഇരിക്കില്ല. ഈ ശാപം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ ആ കുടുംബത്തിൽ എന്നത്തേക്കും പാലിക്കുക എന്നെ ചെയ്യും. പാലിക്കാതെ പോവില്ല. 2 പാലിച്ചു കഴിഞ്ഞു. വർഷം 2005. വെറും 2000 രൂപ കൈവശം വെച്ചതിന് ഉദയകുമാർ എന്ന യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും പിന്നീട് ക്രൂരമായി കൊന്നുകളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. ഈ ഉദ്യോഗസ്ഥരെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉദയകുമാറിൻ്റെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എന്താണെന്ന് പറയട്ടെ. ഞാൻ മകന് നീതി ലഭിച്ചില്ലെന്ന് തോന്നുന്നു. പറഞ്ഞു എന്തെന്ന് വെച്ചാൽ അമ്മ എനിക്ക് വെടിയേ ഇല്ല, മണ്ടയ്ക്കേ വെടിയില്ല. ഞാനൊരു അമ്മയായിട്ട്, ഒരു മകൻ്റെ അമ്മയായിട്ട് ഞാനിപ്പം ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ തന്നെ. എന്തെന്ന് വെച്ചാൽ കുറ്റം കോടതി ആരുടെ പേരിൽ തെറ്റാണെന്നും ഒരു കോടതിയുടെ ചുമതല ഉണ്ട്. അന്ന് ഇവൻ പേപ്പർ കൊടുത്തപ്പം ഇവരെ കേസിന് വിളിച്ചപ്പം ഒരു കയ്യബദ്ധം പറ്റിയെന്നാണ് കോടതിയോട് യവന്മാർ പറഞ്ഞത്. അപ്പോൾ ആ കോടതി ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് ആ കോടതി ചോദിച്ചിട്ട് ആ കോടതി തിരിച്ച് കേൾക്കുകയാണ് അവനെ കേസ് അവൻ കുറ്റക്കാരനല്ല, കേസ് വെറുതെ വിടാൻ പോകുന്നത്. അപ്പം എന്ത് ന്യായം, എന്ത് മര്യാദ? അപ്പം ഒരാളിനെ പച്ചയ്ക്ക് തിന്നാലും കോടതിക്ക് ന്യായവും നീതി ഇല്ലേ കോടതി എന്നാണ് ചോദിക്കാനുള്ളത്. ഒരു മകനെയും വെച്ചും ഒരു മകന് വേണ്ടി ഞാൻ ജീവിച്ചതും 2 വയസ്സായപ്പം ഒരു ഭർത്താവ് വന്നു ഒരു അച്ഛൻ്റെ നിലയ്ക്കും എൻ്റെ മകൻ്റെ കളഞ്ഞിട്ട് പോയിട്ട് എൻ്റെ മകനെ അണച്ചു പിടിച്ച് ഒരു മകനെന്ന് പറഞ്ഞ് ജീവിച്ച ഒരമ്മയാണ്, ഒരു മകന് വേണ്ടി ജീവിച്ച ഒരമ്മയാണ്. അപ്പം 4000 രൂപ കയ്യിലിരുന്നോടന്നെ 2 ചെരുപ്പ് വാങ്ങിക്കാനില്ല. ആ മകനെ പച്ചയ്ക്ക് തിന്നപ്പം കോടതിക്ക് കണ്ണ് കണ്ടുകൂടി എന്നാണ് ചോദിക്കുന്നത്. കണ്ണില്ലാത്തവരും അപ്പോൾ കണ്ണ് തുറക്കും. എൻ്റെ മകൻ്റെ ആ തുട പൊട്ടിയതും ആ ഉള്ളം കാലും കണ്ട അപ്പോൾ ബോധം കെട്ട് വീഴും. അത്ര ക്രൂരവൃത്തിയാണ് യവന്മാർ കാണിച്ചത്. അപ്പം മുട്ട ഇട്ടപ്പം ആരും അറിഞ്ഞില്ല, മുട്ട പൊട്ടിത്തെറിച്ചപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. എന്തായാലും ഈ കെട്ടിടം വിറ്റെങ്കിലും മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. അപ്പം ഇങ്ങനെ പച്ചയ്ക്ക് തിന്നിട്ട് പിന്നെ അവൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞാൽ അവനെ വിടാം, അവന് നെളിഞ്ഞ് നടക്കാം, പിന്നെ ഉള്ള ഒരു കണ്ണീര് കൈവാറ്റി ജീവിക്കാം അന്ന് കോടതി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാതെ കോടതി എന്താണ് ഇത് ഇങ്ങനെ ഒരു നടപടി എടുത്തെന്ന് എനിക്കറിയാൻ പാടില്ല. അവൻ ഇപ്പം കുറ്റക്കാരനല്ല എന്നും പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് തെളിവുകൾ നശിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അവരെന്തെന്ന് അതിൻ്റെ ഞാൻ പറഞ്ഞ മുട്ട ഇട്ടപ്പം ഇവരറിഞ്ഞില്ല. മുട്ട ഇട്ട് തീരുമ്പേ എല്ലാം നശിപ്പിച്ചു. ഒടുക്കം പൊട്ടിത്തെറിച്ചപ്പം എൻ്റെ മകനാണ് തെറ്റുകാർ, അവർ തെറ്റുകാരനല്ല. അപ്പം പെട്ടെന്ന് ഒരു പച്ചയ്ക്ക് തിന്നിട്ട് അവർ പെട്ടെന്ന് എന്തുകൊണ്ട് അവർ കേസിനെ നശിപ്പിച്ചത് അതറിഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട് അവർ നശിപ്പിച്ചു, അവരൊക്കെ രക്ഷപ്പെടാൻ. അപ്പം എൻ്റെ മകൻ തെറ്റുകാരൻ. അപ്പം ഇതിലാര് തെറ്റുകാറ്? അവൻ്റെ അമ്മേ? ഇതൊന്ന് മറ്റൊരുത്തരോ? അത് കോടതി ചൂണ്ടിക്കാണിക്കിട്ട് ഇതൊന്ന് നശിപ്പിച്ചവൻ അവൻ കൊണ്ടുവരണം. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരുപാട് പ്രതീക്ഷിക്കുക. സുപ്രീം കോടതി പോയാൽ വിധി കിട്ടും. അപ്പം ആ കോടതി നോക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇവർ കേസ് നശിപ്പിച്ചതും എടുത്തതും എല്ലാം എന്തെന്ന് വെച്ചാൽ ഒരു പിള്ളേരെ
ആ ഒരു മകനെ പെടുത്തിയ പാടും ആ രംഗമൊക്കെ എല്ലാ ലോകം എവിടെയൊക്കെ ഉണ്ടോ ആരൊക്കെ അവരൊക്കെ കണ്ണു തുറന്ന് അവരിരുന്ന അവരൊക്കെ എല്ലാവർക്കും അറിയാം ഒരു മകൻ്റെ എനിക്കായ ഒരു ദിവസം ചെല്ലും തോറും എന്നെ നല്ല പൂർണ്ണതോടെ ഞാൻ ജീവിച്ച എനിക്കിപ്പം ഒരടി പോലും നീങ്ങിപ്പോകാനുള്ള ഇത് എനിക്കില്ല. പിന്നെ എന്തോ ഒരു മകന് വേണ്ടി ഞാൻ ജീവിച്ചു. ഒരു മകന് വേണ്ടി ഞാൻ ഇന്ന് നീങ്ങിപ്പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ആരോഗ്യത്തോടെ തന്നെ ഞാൻ പോകണതും വരുന്നതുമൊക്കെ. എന്നെ പോലും കൊല്ലാൻ നോക്കിയ മഹാഭാവികളാണ്. അവൻ കുറ്റക്കാരനല്ലെന്ന് ഒരു പുള്ളിയെ നശിപ്പിച്ച് കൊന്ന് പച്ചയ്ക്ക് തിന്നിട്ട് ഉടൻ കേസിനെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പം മുട്ടയിട്ടപ്പം അറിഞ്ഞില്ല, മുട്ട പൊട്ടിത്തെറിച്ചപ്പാണ് അറിയുന്നത്. എന്ത് വെപ്പാളായിരുന്നു കേസിനെ നശിപ്പിക്കാൻ. നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുമ്പേ എല്ലാ ദൈവങ്ങളെയും എല്ലാ അമ്മമാരെയൊക്കെ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ തന്നെ വിശ്വാസം ഇല്ലാത്ത തരത്തിൽ എനിക്കിപ്പോൾ ഭാര്യയെ വിശ്വാസമില്ല. അത്രയ്ക്ക് എന്തെന്ന് വെച്ചാൽ ഒരു പിള്ളേക്ക് വേണ്ടി ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകനേന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചവളാണ്. ഞാൻ മറ്റൊരുത്തനെ വിട്ട് എൻ്റെ പിള്ളേ 2 വയസ്സിനും 1 മാസത്തിനും മുമ്പേ കളഞ്ഞിട്ട് പോയിട്ട് ഓരോരുത്തരും ഓരോരുത്തർ മക്കളെയും വച്ചിട്ടാണ് വേറെ ഒരുത്തനത്തിൽ. അത് വേറെ കാര്യം. അങ്ങനെ പോലും ഞാൻ എൻ്റെ പിള്ളേ ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. ഞാൻ അണച്ച് പിടിച്ച് ഞാൻ 50 രൂപയ്ക്ക് ജോലി ചെയ്ത് എൻ്റെ സഹോദരനും കൂടെ തന്നതും കൊണ്ടാണ് എൻ്റെ കുട്ടി ഞാൻ വളർത്തിയത്. ഉള്ളത് വെച്ച് ഓണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളത് വെച്ചിട്ടില്ല. അന്നും ഞാൻ ജാടി അടിച്ചിട്ടില്ല, ഇന്നിപ്പോൾ ഒട്ടുമേ ജാടി ഇല്ല. എനിക്കൊരു മകൻ ഇപ്പം എല്ലാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ എല്ലാം കൊണ്ടൊരു ഇതുപോലെ ആയിപ്പോയി. വെറുപ്പ്, എല്ലാം വെറുപ്പ് തന്നെ ഇപ്പം. ഇപ്പോൾ അമ്മ തനിച്ചാണോ ഈ വീട്ടിൽ താമസിക്കുന്നത്? എൻ്റെ സഹോദരനുണ്ട്. സഹോദരി ഇല്ല, സഹോദരൻ. ഇപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അന്ന് എൻ്റെ മോനെ മോച്ചറിയിൽ വെച്ച് ഉറക്കിയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു സ്കൂളിൽ പോയോണ്ടിരുന്ന ആയിട്ട് അന്ന് നേന്ത്രം വിട്ടത്. ആ നേന്ത്രം ഇന്ന് 27-ാം തീയതി ആയപ്പോൾ ആ നേന്ത്രം വീണ്ടും എങ്ങോട്ടൊക്കെ പോവുകയാണ്. വീട്ടിലെ ജോലി ചെയ്യാനേ വയ്യ. പിന്നെ തള്ളി ഇങ്ങനെ പോണത്. പിന്നെ നമ്മൾ പുറത്ത് പോയി എന്തെടുക്കാൻ. പണ്ട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് കേൾക്കാള ചങ്കുറപ്പുണ്ട്. ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് കേൾക്കാള ചങ്കുറപ്പ് പോലും എനിക്കുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും അമ്മയുടെ മകന് നീതി ലഭിച്ചില്ല. നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം പോലും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. എന്തായാലും അമ്മ തളരാൻ തയ്യാറല്ല. ഈയൊരു വീട് പണയം വെച്ചിട്ടാണെങ്കിൽ പോലും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അമ്മയുടെ തീരുമാനം. ഒരു മകന് വേണ്ടിയുള്ള അമ്മയുടെ പോരാട്ട വീര്യം തന്നെയാണിത്. ആ പ്രതികൾക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.